വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. യൂട്യൂബിൽ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ഹൈപ്പ് ചെയ്യുക. ഈ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് ചാനലിൻ്റെ ഗ്രോത്തിന് വലിയൊരു സഹായമായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഹൈപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക്. നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരാൻ ഒരു വഴിയേ ഉള്ളൂ. പേര് വഴിയായിരിക്കും. എന്തുവാടേ ഞാൻ പറയുന്നത്, ഇവിടെ അടുത്ത് മൂത്തോൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാളുടെ വീട്ടിൽ അയാളുടെ മക്കളാണെന്ന് പറഞ്ഞ് കയറി കൂടിയാലേ ആ സ്വത്ത് മൊത്തം നമുക്ക് അടിച്ചെടുക്കാം. മക്കളായിട്ട് പുള്ളി വിശ്വസിക്കും. അവന്മാർ 100-150 വർഷം മുമ്പ് നാട് വിട്ടു പോയതാണ്. ഇപ്പോൾ ഒരു വിവരമില്ല. അതിലെ മൈക്കിൾ ഞാൻ, ചാർലി നീ, പിന്നെ ഒരു പെണ്ണുണ്ട് ചന്ദ്ര. അത് വേണമെങ്കിൽ പോയെന്നെല്ലാം പറയാം. ഗോവിന്ദ ആകായിരുന്നാ മതി, ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ കലക്കും. അവിടെ നിന്നെ പോലെ ഒരുത്തൻ, അവനാണ് ഞാൻ. അവൻ മൈക്കിള്, നീയും മൈക്കിളാ? 2 മൈക്കിളാ? 2 അല്ല, 389 പേരുണ്ട്. എന്തുവാടേ മോളെ കല്യാണി, ആ ഡയലോഗ് അങ്ങനല്ലാതെ ഇതുണ്ട് ഇങ്ങനെ പറഞ്ഞു നോക്കിക്കേ. ഓപ്പോസിറ്റീവ് ബ്ലഡുമായി വന്ന ആ ക്ഷണിക്കപ്പെടാത്ത അതിഥി എൻ്റെ വാതിലിൽ വന്ന് മുട്ടി. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിതയായി കിടന്ന് എന്നെ ശല്യപ്പെടുത്തിയ ആ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ സൂര്യപ്രകാശം കാണാത്തൊരിടത്തേക്ക് ഞാൻ പറഞ്ഞയച്ചു. ആ സത്യം എന്നോടും മൂത്തോനോടും ഒപ്പം ചേർന്ന് മണ്ണിലലിയട്ടെ. ദിതി കിട്ടണം. വാളുമായി നടക്കും ഒടിയൊടിയൻ, ചാത്തൻ്റെ ചങ്ക് ഒടിയൊടിയൻ, നെഞ്ചയെപ്പോലോടും ഒടിയൊടിയൻ, ഹിറ്റ്ലറിനെ കൊന്ന ഒടിയൊടിയൻ. 600 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ഒടിയൻ വന്നിരിക്കുന്നു. പുതിയ ഒടികൾ വെക്കാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീലിയുടെ ആ നോട്ടം അതിൻ്റെ എക്സ്പെക്റ്റേഷന് മുകളിലായിരുന്നു. അവളുടെ ചിരി എന്നെ ഇല്ലാതാക്കി. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇതെല്ലാം എൻ്റെ കൺമുന്നിൽ നടന്നു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അവൾ എപ്പോഴും ചോദിക്കുമായിരുന്നു. എൻ്റെ ബ്ലഡ് മുഴുവനും അവൾക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അപ്പോഴും ഉറപ്പിച്ചു, അവൾ തന്നെ എൻ്റെ ലൈഫ് പാർട്ട്ണർ. നിങ്ങൾ പറയുന്നത് ശരിയാ, അവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ ചോര ഓടിക്കാൻ വരുന്ന ആ നീലിയുടെയും വാളുമായി വരുന്ന ആ ഒടിയൻ്റെയും മാജിക്ക് കാണിക്കുന്ന ചാത്തൻ്റെയും ഉള്ളെന്നറിഞ്ഞാൽ മതി. എല്ലാവരും പാവങ്ങളാ മക്കളെ. നീയും നിൻ്റെ മൂത്തോനോടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വരും. നമ്മുടെ 387 സഹോദരങ്ങളും വരും. നിന്നെ കാണുന്ന ദിവസം ഞാൻ നിന്നെ കൊന്നിരിക്കും. ഐ ആം വെയിറ്റിംഗ്. നാട്ടുകാർ അഭ്യർത്ഥന മാനിച്ച് ഈ കഥ നടക്കുന്ന ഞാൻ ചെന്നൈയിൽ നിന്ന് മാറ്റി ബാംഗ്ലൂർ ആക്കിയിട്ടുണ്ട്. പിന്നെ നായകനും നായായിട്ടുള്ള തീനൊന്നും അധികം വേണ്ട, അല്ലെ നാട്ടുകാർ പറയും ക്രിഞ്ചാണെന്ന്. ഒരു സെക്കൻഡ്. നിവിനെ, ഞാൻ പറഞ്ഞില്ലേ ലോകയിലെ ആ ചാത്തൻ്റെ ക്യാമിയ റോള് ഒന്ന് ചെയ്തില്ലേ? പിന്നെ അപ്പോൾ ഉണ്ട്, അജു ഉണ്ട്, പിന്നെ തന്നെ വിളിക്കാം. ലോകയുടെ ഷൂട്ട് എപ്പോൾ തുടങ്ങും സാർ? ഇതിൽ നമ്മൾ ആക്ച്വലി പഴയ കാലഘട്ടവും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കല്യാണി, ദുൽഖർ, ടോവിനോ ഇവരൊക്കെ തന്നെ ആയിരിക്കും ഇവരുടെ ചെറുപ്പകാലവും ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ പ്രായം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിദേശത്തൊരു വലിയ ട്രീറ്റ്മെൻറ്റിന് വിട്ടേക്കുക. അത് കഴിഞ്ഞ് വന്നാൽ ഉടനെ ഷൂട്ട് തുടങ്ങും. കല്യാണക്കാരു അങ്ങനല്ല നടക്കാൻ പറഞ്ഞേ. നടക്കുമ്പോൾ തോള് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കണം. ഒന്ന് നടന്നേ. ഓക്കെ നമുക്ക് ഒരു ടേക്ക് കൂടെ പോവാം. ഓക്കെ. ലോക ഡയറക്റ്റ് ചെയ്യുന്ന സാറെന്താ പിന്മാറിയത്? അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആദ്യം തീരുമാനമാവട്ടെ, എന്നിട്ട് പോരെ ലോക സിനിമാറ്റിക് യൂണിവേഴ്സ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. കൈദി 2 വരുമോ? ലോക ഒരു ചെറിയ സിനിമയാണ്, അറിയാമല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലോകയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ലണ്ടനിലെ ഒരു സീനെ പറ്റി ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു, ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല, ഹൗസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഐഡിയ ഉണ്ട്, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നും എനിക്കറിയാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഒന്നും നടപ്പുള്ള കാര്യമല്ലെന്ന്. ഇപ്പോഴും അദ്ദേഹം ആ ഒരു OTT പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ സീൻ എടുത്തു കേട്ടോ. ആ സീൻ ഏതാണ് സാർ? അയ്യോ, നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. കാര്യം ഞാനത് ഫൈനൽ എഡിറ്റിൽ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. വേറെ എൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്, ഒരു ഡയലോഗും.